എം.എ. യൂസുഫ് അലി നബിദിനത്തിൽ മലയാളികൾക്കായി വ്യത്യസ്തമായ ഒരു ഓണാശംസ നേർന്നിട്ടുണ്ട്. പഴയ തലമുറ എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ആ കാലവും ഈ കാലവും തമ്മിൽ സംയോജിപ്പിച്ച് ജീവിക്കാൻ ഉപദേശിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ AI കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആശംസയായിട്ട് അത് മാറുകയാണ്. കേരളത്തിലുള്ള എൻ്റെ സഹോദരിമാർക്കും ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരന്മാർക്കും മലയാളികളായ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമത്വം എന്ന് ഞാൻ പറഞ്ഞത് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അതാണ് സമത്വം. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേരളത്തിലല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് ഓണം. ഓണമെന്നാൽ ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല. അവിടെ ഗൾഫിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണുന്ന വളരെ സന്തോഷകരമായ ആരോഗ്യപരമായ ഒരവസ്ഥ നമ്മൾക്ക് ഗൾഫിൽ കാണാൻ സാധിക്കും. നമ്മുടെ മലയാളി അസോസിയേഷനുകളിലായാലും ശരി, ഇന്ത്യൻ അസോസിയേഷനുകളിലായാലും ശരി, എല്ലാ കൂട്ടായ്മകളിലും വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ എല്ലാ കൊല്ലവും കാണാറുണ്ട്. ഇന്നത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ച മാതിരിയല്ല ഇന്നത്തെ പുതുതലമുറ. കാരണം പഴയ കാര്യങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും പോയിപ്പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ നമ്മൾക്കാണ്. ആയതുകൊണ്ട് പഴയതും പുതിയതും ഒരുമിച്ച് നിങ്ങൾ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇത് പറയാൻ കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്, റോബോട്ടിക് കാലഘട്ടമാണ്. അങ്ങനെ പുതിയ ന്യൂ ഇന്നൊവേഷൻ, ന്യൂ ട്രാൻസ്ഫോർമേഷൻ, ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പഴമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമ്മുടെ ഉള്ളത് കൊണ്ട് അതും കൂടി മിക്സായിട്ടുള്ള സദ്യ ആയിരിക്കണം എന്നുകൂടി. കാരണം ആ സദ്യയിൽ നിരത്തിരുന്ന് നമ്മൾ കഴിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇതായിരുന്നു ഞങ്ങൾ പഴയ കാലത്ത് ഓണം ആഘോഷിച്ചിരുന്നതെന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അതെ, ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് എന്തായിരുന്നു പഴമ, എന്തായിരുന്നു ദാരിദ്ര്യം, എന്തായിരുന്നു അന്നത്തെ ആഘോഷങ്ങൾ, എന്തായിരുന്നു അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്നത്തെ മുതിർന്ന തലമുറയ്ക്കുണ്ട്. ജനിച്ചു വീഴുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും പകർന്നു കിട്ടാൻ അവസരങ്ങളില്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവരിലേക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത് ഓരോ മുതിർന്നവരുടെയും ഉത്തരവാദിത്തമാണ്. അത് കേരളത്തിന്റെ മതേതരത്വം ഉണർത്തുന്ന ഓണവും നബിദിനവും ഒരുമിച്ചെത്തുന്ന ഈ സുവർണ നാളിൽ നബിദിനത്തിൻ്റെ അന്ന് കേരളത്തിന്റെ മലയാളികൾക്ക് ഓണാശംസ നേർന്നുകൊണ്ട് അദ്ദേഹം പകർന്നു നൽകിയ വാക്കുകൾ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ കേൾക്കേണ്ടതാണ്. കാര്യം അതിൽ കൃത്യമായൊരു സന്ദേശമുണ്ട്.